കൂർഗ് കാണാൻ വന്ന, പക്ഷെ ഡയറ്റൊക്കെ തെറ്റി. ആദ്യം തന്നെ പൂരി മസാല, പിന്നെ അതിന് ശേഷം എന്താ സമൂസ, പിന്നെ ലാറ്റെ കുടിച്ചു. അടിപൊളി ലാറ്റെ ആയിരുന്നു. പിന്നെ അതിന് ശേഷം എന്താ ഉച്ചയ്ക്ക് നമ്മൾ ചിക്കൻ കറി മേടിച്ചു, കേർഡ് റൈസ് മേടിച്ചു. പീനട്ട് മസാല ഒരു രക്ഷയില്ല, നമുക്ക് ബ്രുവറിയിൽ കിട്ടുന്ന പീനട്ട് മസാലേനേക്കാളും അടിപൊളി. പിന്നെ ചപ്പാത്തി, പിന്നെ വെജ് ബിരിയാണി മേടിച്ചു. ഇതൊക്കെ ഉച്ചയ്ക്കാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഒരു ഫിഷ് തവ ഫ്രൈ മേടിച്ചു. എൻ്റെ പൊന്നു, ഒടുക്കത്തെ എന്താ പറയുക, ഫിഷ് തവ ഫ്രൈ ആയിരുന്നു. അത്രയും ടേസ്റ്റായിരുന്നു. നമുക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നി. ഡയറ്റൊക്കെ മറ്റേ ഒന്നുമില്ല. അടുത്തത് പോരുന്നു. നമുക്ക് കഴിച്ച് മതിയാവില്ല, അത്രയും ടേസ്റ്റായിരുന്നു. എൻ്റെ വായിൽ ഭക്ഷണം പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അത്രയും വേറെ രക്ഷയില്ല. പിന്നെ മറ്റേ പീനട്ട് മസാല കൂട്ടിയ ഒരു പിടിയാണ്. പിന്നെ മറ്റേ കേർഡ് റൈസ്, മറ്റേ ബൗള് മൊത്തം ഞാനാണ് ഇരുന്നത് കഴിച്ചത്. അത്രയും ടേസ്റ്റായിരുന്നു. അതിൻ്റെ ഒന്നും പറയാനില്ല. വായിൽ കണ്ടില്ലേ, ഇങ്ങനെ മറ്റേ ഡൈനോസറോ ആയ പോലെയാണ്. അങ്ങനെ കഴിച്ചു. പിന്നെ അടുത്ത് പ്രോൺസ് വന്നു. പിന്നെ പ്രോൺസ് കൂട്ടിയൊരു മറ്റേ ഇതായിരുന്നു. പിന്നെ ചപ്പാത്തി, അതുപോലെ അതിൻ്റെ ഒപ്പം വെജിറ്റബിൾ മസാല, അതെല്ലാം സൂപ്പറായിരുന്നു. ഒന്നും പറയാനില്ല. അത് നമ്മൾ ഡെയിലി എടുത്ത വ്ളോഗാണ്. പിന്നെ അതിന് ശേഷം ഒരു കേക്കും മേടിച്ചു. കേക്കും തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു. പിന്നെ അത് സൂപ്പറായിരുന്നു. പിന്നെ നൈറ്റിലായിരുന്നു ഇത് പ്രോൺസ് തവ ഫ്രൈ ആയിരുന്നു. പ്രോൺസാണ്, മൊത്തം പ്രോൺസ്. കടലിലുള്ള എല്ലാം എൻ്റെ വയറ്റിലുണ്ട്, അത്രയും പ്രോൺസാണ്. അപ്പോൾ പിന്നെ അത് സൂപ്പറായിരുന്നു. പിന്നെ അതിൻ്റെ മിൻ ചട്നി അടിപൊളിയായിരുന്നു. പ്രോൺസ് എല്ലാം ഒരു ഗ്രില്ല് ചെയ്തിരിക്കുന്ന വിധം തന്നെ മറ്റേ അത്രയും സൂപ്പറാണ്. ഭയങ്കര ടെംപ്റ്റിംഗ് ആയിരുന്നു. പിന്നെ സൂപ്പ് എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ സ്പൈസി ആയിരുന്നു, ഫ്രാങ്ക്ലി സ്പീക്കിംഗ്. പിന്നെ ചപ്പാത്തി മേടിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ ഒരു മസാലക്കറി ഉണ്ടായിരുന്നു. മസാലക്കറിയൊന്നും ഒരു രക്ഷയുമില്ല. നമ്മൾ വെജ് കറിയാണെന്ന് പറഞ്ഞിട്ട് അത്ര കോംപ്രമൈസൊന്നും അവർ ചെയ്തിട്ടില്ല, നല്ലതായിരുന്നു. പിന്നെ ഒരു പുലാവ് ഉണ്ടായിരുന്നു. പുലാവും സൂപ്പറായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു കോളിഫ്ലവർ ചില്ലി മേടിച്ചു. കോളിഫ്ലവർ ചില്ലി അതിനേക്കാളും സൂപ്പറായിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയണം. ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല അവർ ഏത് ഫുഡ് ഐറ്റംസിലും. കാരണം ഡയറ്റ് പോയിട്ട് അടുത്ത് പോലും നമുക്ക് ഇതാക്കാൻ പറ്റില്ല, അത്രയും അടിപൊളിയായിരുന്നു.